നിന്നിലലിയ. രചന ആഷ്ലി. അവതരണം സാലിം കരുള. എബ്രഹാമിനെ നോക്കി ചെറു ചിരിയോട് അവൻ പറഞ്ഞതും അയാളുടെ കണ്ണുകൾ ഞെട്ടിലൂടെ ആ കുരുന്നിനെ നോക്കി. ആൽഫിയുടെ തോളിൽ കൂടി കൈയിട്ട് അവനെ നെഞ്ചിലിരിക്കുന്ന കുഞ്ഞിപ്പെണ്ണ് അയാളെ ചിരിച്ച് കാണിച്ചതും കണ്ണുകൾ നിറഞ്ഞു തൂവിപ്പോയി എബ്രഹാമിന്റെ. ചേട്ടായി. വിറക്കുന്ന ചുണ്ടുകളോടെ ചിലമ്പിച്ച ശബ്ദത്തിൽ അനുവനെ വിളിച്ചു. ആൽഫി അവളെ നോക്കി. സത്യനു, അന്ന് ഇവിടെ എന്നെ തിരക്കി വന്നത് അവളുടെ ഉദരത്തിൽ എൻ്റെ കുഞ്ഞ് ജന്മമെടുത്തു അതെന്നോട് പറയാനായിരുന്നു. അത് പറയാൻ കഴിയാതെ അന്ന് അവൾ ഈ വീടിൻ്റെ പടിയിറങ്ങി പോകുമ്പോൾ കൂടെ എൻ്റെ അംശം ഉണ്ടായിരുന്നു മോളെ. തൻ്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന പെണ്ണിനെ ഒന്നുകൂടെ ഇറുകെ പിടിച്ചുകൊണ്ട് ആൽഫി പറഞ്ഞതും അവൻ്റെ വാക്കുകളിൽ നിന്നും കേട്ട ആഘാതത്തിൽ തറഞ്ഞു പോയാൻ പിറകിലേക്ക് വേച്ചു പോയി അവിടെയുള്ള തൂണിലിടിച്ചു നിന്നു. ചേട്ടായിയുടെ നീയുടെ കുഞ്ഞ് പദം പറഞ്ഞുഴുന്ന് നിലത്തേക്ക് വീണുപോയി അവൾ. അപ്പൊ അന്ന് ഞാൻ നീയെ മാത്രമല്ലല്ലേ ഇറക്കി വിട്ടെ. ഈ വീട്ടിൽ വളരേണ്ട എൻ്റെ ചേട്ടായിയുടെ കുഞ്ഞ് ഞങ്ങളുടെ ചോരയെ കൂടിയല്ലേ ഞാൻ ഒരു ദാക്ഷ്യൊന്നും ഇല്ലാണ്ട് ഇവിടുന്ന് ഇറക്കി വിട്ടെ. അയ്യോ. ഇരു കൈകൾ കൊണ്ടും തലക്കടിച്ച് പൊട്ടിക്കരഞ്ഞു. പാപിയാ ഞാൻ, മഹാപാപി. ഒരു പ്രാവശ്യം നീ പറയുന്നത് ഞാൻ കേട്ടിരുന്നെൻ്റെ ഈശോയെ, ഞാൻ എന്തൊരു തെറ്റാ ചെയ്ത്. എൻ്റെ കുഞ്ഞിനെയല്ലേ ഞാൻ എല്ലാവരും അകറ്റിയെ. എൻ്റെ ദൈവമേ, ഞാൻ എന്താ ചെയ്ത്? ആ കുരുന്നിനെ അവളുടെ അച്ഛനിൽ നിന്നും ഇത്രയും നാൾ അകറ്റിയത് താനാണെന്ന് ഓർത്ത് ഒരു ഭ്രാന്തിയെ പോലെ എണ്ണി പറഞ്ഞുകൊണ്ട് അവൾ പൊട്ടിക്കരഞ്ഞു. അനുവിന്റെ കരച്ചിൽ കേട്ട നീയ ഇരു കണ്ണുകളും മുറുകിയടിച്ചു. ആൽഫിയുടെ കയ്യിൽ പിടിമുറുക്കി അവൾ. അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അനുവിന്റെ കരച്ചിൽ കാതുകളിലേക്ക് കുത്തിക്കേറിയതും അത് കേൾക്കാനുള്ള കരുത്തില്ലാതെ കാറിലെ സ്റ്റിയറിംഗിൽ തല ചായച്ചു വെച്ചു ശിവ. കാറിന് വെളിയിൽ നിന്ന് വിനുവിന്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. അറിഞ്ഞതും കേട്ടതും വെച്ച് അനു എന്ന പെണ്ണിനോട് ദേഷ്യം തോന്നിയെങ്കിലും ഇപ്പൊ നെഞ്ചു തകർന്ന് പൊട്ടിക്കരയുന്നവളെ കാണുകെ അവന് സഹതാപം തോന്നി. മോളെ അനു. നിലത്തേക്ക് വീണ് നെഞ്ചു തല്ലിക്കരയുന്ന മകളുടെ അടുത്തേക്ക് ചെന്ന് പതിയെ കുനിഞ്ഞ് അവളുടെ തലയിൽ തഴുകി. പാപ്പ, ഓക്ക് പാപ്പ, നീയുടെ കൂടെ നമ്മുടെ ഭാവി വന്നേക്കുന്നു പാപ്പ. നമ്മുടെ ചേട്ടായുടെ കുഞ്ഞ് ഞാൻ അകറ്റിക്കളഞ്ഞ നമ്മുടെ കുഞ്ഞാ പപ്പ. അത് നോക്ക്. എബ്രഹാമിനെ പിടിച്ച് നീയക്ക് നേരെ കൈ ചൂണ്ടി കരഞ്ഞു അനു. നീയാ? വേണ്ടടാ, ഇനി എന്നോട് പൊറുക്കണ്ട. നീ ഒരു മാപ്പിന് പോലും അർഹതയില്ലാത്ത തെറ്റാ ഞാൻ ചെയ്തേ. കൂടപ്പിറപ്പായി കണ്ടതിനെ അവിശ്വസിച്ചില്ലേ? പ്രാണനെ പോലെ സ്നേഹിച്ച് എൻ്റെ ശിവനെ തെറ്റിദ്ധരിച്ചില്ലേ? എല്ലാത്തിനും പുറമെ എൻ്റെ ചേട്ടായുടെ ജീവിതം തകർത്തു. ഇത്രയും വർഷം ആ കുഞ്ഞിനതിൻ്റെ അപ്പയെ നിഷേധിച്ചില്ലേ ഈ പാപി? ദൈവം പോലും പൊറുക്കില്ല എന്നോട്. നെഞ്ചിൽ കൈവച്ച് അലതല്ലി കരഞ്ഞുകൊണ്ട് ആ നിലത്തേക്ക് തലകുനിച്ചു വന്നു. അത് കേൾക്കവേ നീ ഏങ്ങിക്കൊണ്ട് വാപുത്തി കരഞ്ഞു. അവളുടെ വാക്കുകളിൽ മനം നോവുന്നുണ്ടെങ്കിലും 3 വർഷക്കാലം താൻ അനുഭവിച്ചതൊക്കെ ഓർക്കെ അനുവിനോട് ക്ഷമിക്കുന്നതിൽ നിന്നും നീയെ തന്റെ മനസ്സിൽ പിടിച്ചു നിർത്തി. ആൽഫിയുടെ കയ്യിലിരുന്ന് കുഞ്ഞിപ്പെണ്ണ് അനുവിന്റെ കരച്ചിൽ കണ്ട് സങ്കടം വന്നു. അപ്പേ നോക്കിക്കേ, ആന്റിക്ക് അയ്യുവാ. ചുണ്ടുപിളത്തി സങ്കടത്തോടെ കുഞ്ഞവനോട് പറഞ്ഞു. ആ ആന്റിക്ക് സങ്കടം വന്നിട്ടാ പൊന്ന. ആൽഫി കുഞ്ഞിനോട് പറഞ്ഞു. ആഞ്ഞോ, എന്നെ ഞാൻ പോയി മിണ്ടത്തെ. അപ്പൊ ചങ്ങരം പോവോ? കണ്ണുകൾ വിടർത്തി ആകാംക്ഷയോട് ആ കുരുന്ന് ചോദിച്ചതും കണ്ണു നിറച്ച് ചിരിച്ചുകൊണ്ട് സമ്മതം മൂളിയവൻ. എന്നിട്ട് പതിയെ കുഞ്ഞിപ്പെണ്ണിനെ താഴെ ഇറക്കിയതും കുഞ്ഞിപ്പെണ്ണ് പയ്യൻ നടന്ന് അനുവിനടുത്തേക്ക് ചെന്നു. ആന്റി കയ്യൻ്റെറ്റോ, ഞാൻ ചോക്കലിന് ചായാറ്റോ. അനുവിന്റെ തലയിലൊന്ന് തോണ്ടിക്കൊണ്ട് കുഞ്ഞിപ്പെണ്ണ് വിളിച്ചതും ഞെട്ടിലോട് അനു കുഞ്ഞിനെ നോക്കി. ഇന്ന കയ്യിൽ ചുരുട്ടി പിടിച്ചിരുന്ന മിഠായി അവൾക്ക് നേരെ നീട്ടി തൻ്റെ പാൽപുഞ്ചിരി കാണിച്ച് ചിരിച്ചു കുഞ്ഞിപ്പെണ്ണ്. ആന്റിയുടെ പൊന്നെ. അടുത്ത നിമിഷം കുഞ്ഞിപ്പെണ്ണിനെ വാരിയെടുത്ത് തൻ്റെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ച് പൊട്ടിക്കരഞ്ഞു അനു. കുഞ്ഞിയുടെ കവളുകളിൽ മാറി മാറി ഉമ്മ കൊടുത്തു അവൾ. പൊറുക്കടാ എൻ്റെ മുത്തി ആന്റിയോട് പൊറുക്കടാ. കുഞ്ഞിപ്പെണ്ണെ വീണ്ടും നെഞ്ചിലേക്ക് അണച്ചു പിടിച്ച് പറഞ്ഞു അനു. ആ കാഴ്ച കാണേ എബ്രഹാം തൻ്റെ നിറഞ്ഞ കണ്ണുകൾ ആഞ്ഞു തുടച്ചു. അനു, എനിക്ക് കൂടി താടാവളെ. ഇരു കൈ നീട്ടി എബ്രഹാം പറഞ്ഞതും അനു തൻ്റെ കയ്യിലിരുന്ന കുഞ്ഞിപ്പെണ്ണിനെ അയാളുടെ മടിയിലേക്ക് വെച്ചു കൊടുത്തു. അവളെ കയ്യിൽ വാങ്ങിയതും വാത്സല്യം കൊണ്ട് ആ വൃദ്ധന്റെ മിഴികൾ നിറഞ്ഞു. തൻ്റെ ചോരയാണ്. വല്യപ്പച്ചൻ്റെ വാവേ. വിറക്കുന്ന കൈകളാലെ കുഞ്ഞിപ്പെണ്ണിനെ താലോടി. അവളുടെ മൂർധാവിൽ ഉമ്മ വെച്ചു എബ്രഹാം. കുഞ്ഞിപ്പെണ്ണ് വായിൽ കൈയിട്ടുകൊണ്ട് അവളുടെ അപ്പനെയും അമ്മയെയും നോക്കി നാണത്തോടെ ചിരിച്ചു. ആൽഫിയുടെ നെഞ്ചിൽ ചേർന്ന് നിന്ന നീയെ കണ്ണും മനസ്സും നിറച്ച് ആ കാഴ്ച കണ്ടു. ഇതാണ് ശരി. തൻ്റെ കുഞ്ഞിന് അവൾ അർഹിക്കുന്ന എല്ലാ സ്നേഹവും കിട്ടണം. അവൾക്ക് അവകാശപ്പെട്ട സ്നേഹവും വാത്സല്യവും ആരിൽ നിന്നും തട്ടിമാറ്റാൻ തനിക്കാവില്ല.
എബ്രഹാമിനെയും അടുത്ത് നിൽക്കുന്ന അനുവിനെയും നോക്കി അവൾ മനസ്സിൽ പറഞ്ഞു, മോളെ നീയ ഇങ്ങടുത്തേക്ക് വാ. എബ്രഹാം വിളിച്ചതും ആൽഫി നീയെയും ചേർത്ത് പിടിച്ച് അയാൾക്ക് മുന്നിലേക്ക് ചെന്ന് നിന്നു. ആൽഫി, ഡാ നിന്റെ കുഞ്ഞിനെ എടുക്ക് നീ, എന്നിട്ട് നിന്റെ പെണ്ണിനെയും കൊണ്ട് അകത്തേക്ക് കയറൊന്നിച്ച്. കണ്ണു നിറച്ച് ചിരിയോടെ അയാൾ പറഞ്ഞതും ആൽഫി കുഞ്ഞിപ്പെണ്ണിനെ പപ്പയുടെ മടിയിൽ നിന്ന് വാങ്ങി. എന്നിട്ട് തൻ്റെ പ്രാണനായവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ആ വീടിൻ്റെ പടികൾ കയറി. നിറകണ്ണാലെ മനസ്സ് നിറച്ച് സന്തോഷത്തോടെ ആ കാഴ്ച കണ്ട് ആനവർക്ക് പിറകിൽ നിന്നു. കോളിംഗ് ബെല്ല് സൗണ്ട് കേട്ടെന്ന് വായിച്ചു കൊണ്ടിരുന്ന മാഗസിൻ മടക്കി വെച്ച് സൂസി ചെന്ന് വാതിൽ തുറന്നു. അപ്പോൾ ചിരിയോടെ പുറത്തു നിൽക്കുന്ന ആൻമേരിയുടെ അച്ഛൻ കുര്യനെ കണ്ട് അവരുടെ കണ്ണ് തള്ളിപ്പോയിരുന്നു. എന്താ സൂസി, വീട്ടിൽ വരുന്നവർ അകത്തേക്ക് ക്ഷണിക്കാതെ പുറത്ത് തന്നെ നിർത്തുവാണോ? ഒരു പരിഹാസ ചിരിയോടെ കുര്യൻ ചോദിച്ചു. ഏയ് സോറി അച്ചായ, ഞാൻ പെട്ടെന്ന് അച്ചായനെ കണ്ടപ്പോ സർപ്രൈസ് ആയിപ്പോയി. അതാ അച്ചായൻ വരൂ, അകത്തേക്ക് വാ. വെപ്രാളത്തോടെ പറഞ്ഞുകൊണ്ട് സൂസി ചിരിയോട് അയാൾ അകത്തേക്ക് ക്ഷണിച്ചു. എന്താ എന്താ കുടിക്കാനെടുക്കേണ്ടത്? ടീ ഓർ കോഫി ഓർ എനിത്തിങ് ഹോട്ട്? ചുണ്ടിൽ തെളിഞ്ഞ വശ്യമായ ചിരിയോടെ സൂസി അയാളോട് ചോദിച്ചു. നിന്റെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല സൂസി ഞാൻ. പിള്ളേരുടെ കാര്യത്തിൽ ഒരു തീരുമാനം എനിക്ക് ഉടനെ കിട്ടണം. പറ, എപ്പോഴാ നിന്റെ മോൻ ആൽഫിയെ കൊണ്ട് എൻ്റെ മകൾ ആൻമിരിയെ വിവാഹം കഴിപ്പിക്കുന്നേ? ഗൗരവത്തിൽ അയാൾ ചോദിച്ചതും ഒരു നിമിഷം കുര്യനോട് എന്തും മറുപടി നൽകുമെന്ന് അറിയാതെ സൂസി നിന്നു. സൂസി ഒന്നും പറഞ്ഞില്ല. അല്ല അത് ചായ, കുറച്ച് സമയം കൂടെ വേണം. നടക്കില്ല സൂസി. കുര്യൻ ഒച്ചയിൽ ആക്രോശിച്ചതും സൂസി ഞെട്ടിപ്പോയി. ഇന്ന് നടക്കും നാളെ നടക്കും എന്ന് പറഞ്ഞ് നീ ഇതിട്ട് ഉഴപ്പാൻ തുടങ്ങിയിട്ട് വർഷം ഒന്നായി. ഇനിയൊരു അവധിയില്ല സൂസി. അറിയാലോ, ഒന്ന് രണ്ടും കാശല്ല നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിരിക്കുന്നേ. അതൊന്നും നിന്റെ തൊലിവിളപ്പ് കണ്ട് ഞാൻ തന്നതല്ല. ആൽഫ്രഡ് എന്ന നിന്റെ മോനെ കണ്ടുകൊണ്ട് തന്നെ തന്നതാ ഞാൻ. അവനൊരു കുതിരപ്പവനാ, തൊട്ടതെല്ലാം പൊന്നാക്കുന്ന കുതിരപ്പവൻ. അവനെ എനിക്ക് വേണം. എൻ്റെ ബിസിനസ്സിൽ ഇനി അവനും കൂടി നിന്നാ ഈ വേൾഡിലെ നമ്പർ 1 ബിസിനസ്സുകാരൻ ഞാനാവും. തിളങ്ങുന്ന കണ്ണുകളോടെ കുര്യൻ പറയുമ്പോൾ അയാളിൽ മുഴുവൻ നിറഞ്ഞു നിന്നത് ഈ ചെറുപ്രായം കൊണ്ട് ഇന്ത്യൻ ബിസിനസ് ഹിസ്റ്ററി അടക്കി ഭരിക്കുന്ന നീലക്കണ്ണുള്ള ആ ചെറുപ്പക്കാരനായിരുന്നു. 30 ദിവസം കൂടി നിനക്ക് ഞാൻ തരും, അതായത് 1 മാസം. അതിനുള്ളിൽ അവിടെ മിന്നുകെട്ട് നടന്നിരിക്കണം. ഇല്ലെങ്കിൽ എൻ്റെ കാശല്ലായിരിക്കും ഞാൻ നിന്റെ കയ്യിൽ നിന്ന് തിരികെ വാങ്ങാൻ പോകുന്നത്. ഓർത്തോ നീ. സൂസിക്ക് മുന്നിൽ നിന്ന് കൈ ചൂണ്ടി അവരോട് ഭീഷണിയായി പറഞ്ഞിട്ട് അയാൾ ഇറങ്ങിപ്പോയി. എൻ്റെ കർത്താവേ, ഞാനിനി എന്തോ ചെയ്യും? സൂസി നെഞ്ചിൽ കൈവച്ചു. അയാൾ എന്നെ കൊല്ലും. പക്ഷേ അതിനു മുന്നേ ആൽഫിക്ക് നേരെ പ്രയോഗിക്കാൻ ഞാൻ വെച്ചിരിക്കുന്ന വജ്രായുധം എടുക്കണം. ഇനി അതേ ഉള്ളൊരു പോംവഴി. സൂസി ഗൂഢമായി ചിരിച്ചു. എനിക്കൊരു സമാധാനമല്ല സാറേ. ശരിയാ, തെറ്റാ അവൾ ചെയ്തത്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ കൊച്ചിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. കുഞ്ഞിപ്പെണ്ണിൻ്റെ കാര്യം അറിഞ്ഞ് തകർന്നു പോയിട്ടുണ്ടാവില്ലേ? ചെയ്തു പോയ അപരാധം ഓർത്ത് തന്നെ ഈ കഴിഞ്ഞ വർഷങ്ങളെല്ലാം മുരുകുവായിരുന്നു അത്. ആൽഫി നീയും ഒന്നാകാൻ വേണ്ടി അവരറിയാത്തതിന് എന്തൊക്കെയോ അവൾ ചെയ്തെന്ന് അറിയോ? നടന്നതിനും സംഭവിച്ചതിനും ഒക്കെ എല്ലാവർക്കും തെറ്റ് പറ്റിയിട്ടുണ്ട്. അതൊക്കെ ഇനി മായ്ക്കാനാവോ? ഇല്ല. രാധ വിഷമത്തോടെ പറഞ്ഞതും സാർ അവളുടെ കയ്യിൽ പിടിച്ചു സമാധാനിപ്പിക്കാൻ തോന്നും. എയർപോർട്ടിൽ നിന്നും വരുന്ന വഴി സാറയെ ശിവയുടെ വീട്ടിലാക്കിയിട്ടാണ് ബാക്കി എല്ലാവരും കുരിശുമറ്റത്തേക്ക് പോയി. സാറയുടെ കാര്യത്തിൽ ആൽഫി ചില കണക്കുകൂട്ടലൊക്കെ കണ്ട് അതാണ് അവൻ അവരവിടെ ആക്കിയത്. അവിടെ എന്താവും സംഭവിച്ചതെന്ന് ഓർത്ത് ആദ്യം പിടിച്ചിരിക്കുവാണ് രാധയും സാറയും. നീ പറയുന്നതൊക്കെ ശരിയാ രാധേ, പക്ഷേ ഒന്നുണ്ട്, വിശ്വാസം. ചേർത്ത് പിടിക്കേണ്ടവനും കൂടപ്പിറപ്പിനെ പോലെ സ്നേഹിച്ച സുഹൃത്തുവാ നിയമോട് ആ വിശ്വാസത്തെ ഇല്ലാതാക്കിയത്. 3 വർഷക്കാലം ആ കൊച്ചനുഭവിച്ച വേദന ഒന്ന് ഓർത്തേ. കല്യാണം കഴിക്കാതെ തൻ്റെ പാതിയാണെന്നൊരാളിനെ ചൂണ്ടിക്കാണിക്കാനില്ലാതെ അറിയാത്ത നാട്ടിലൊരു കുഞ്ഞിനെ പ്രസവിച്ച് ഒറ്റയ്ക്ക് ജീവിച്ച ആ പെണ്ണ് എന്തൊക്കെ നേരിട്ടു ആ പാവം. ആരുടെയൊക്കെ വായിൽ നിന്ന് മസഭ്യം കേട്ടിട്ടുണ്ടാവും. അതൊക്കെ അവൾക്ക് പെട്ടെന്ന് മറക്കാനാവില്ലടി. ആൽഫിയുടെ കാര്യത്തിൽ നടന്നതൊക്കെ തന്നെ നിനക്ക് അറിയാവുന്നതല്ലേ? സാറ ചോദിച്ചതിൻ്റെ ആദ്യമൊന്നും മൂളി. ശരിയാ, പാവം കുട്ടി. ശിവ അതിൻ്റെ കാര്യം പറയുമ്പോൾ ശരിക്കും ഞാനും തകർന്നു പോയി. ആ കൊച്ചനുഭവിച്ചതോർത്ത്. നീ പറയും പോലെ നമുക്ക് കാത്തിരിക്കാം. ഉണങ്ങാത്ത മുറിവല്ലേ, കരയാൻ സമയം കൊടുക്കണം. ഇത്രയും ദൈവം നടത്തിയില്ലേ, ഇനി നമ്മുടെ കുട്ടികൾ സന്തോഷത്തോടെ ജീവിക്കാനും നമുക്ക് പ്രാർത്ഥിക്കാം. രാധ പറഞ്ഞു നിർത്തി. പെട്ടെന്നാണ് ശിവ അകത്തേക്ക് കയറി വന്നത്. മോനെ ശിവ, എന്തായി അവിടെ? പ്രശ്നം വല്ലതുണ്ടായോ?
അവനെ കണ്ടതും ചാടി എഴുന്നേറ്റ് അവനടുത്തേക്ക് ചെന്ന് രാധ ചോദിച്ചു. ഏയ് കുഴപ്പമൊന്നുമില്ല, അവരെല്ലാം വീട്ടിലേക്ക് കയറി. ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. അത്രമാത്രം പറഞ്ഞ് ശിവ അവൻ്റെ റൂമിലേക്ക് പോയി. അവൻ്റെ ചുവന്ന് കലങ്ങി കിടക്കുന്ന കണ്ണുകൾ രാധയെ സാറയെ ശ്രദ്ധിച്ചിരുന്നു. അതോടെ അവിടെ കുരിശുമരത്ത് തങ്ങൾ വിചാരിച്ചത് തന്നെയാണ് സംഭവിച്ചതെന്ന് അവർ ഉറപ്പിച്ചു.